കരയോരത്ത് നിന്നാലേ ആ ബാബു ചേട്ടാ ഇവിടെ കച്ചവടം വെക്കല്ല ഡേ കണ്ട പ്രശ്നവും. ഞാൻ ടിക്കറ്റ് വിൽക്കാനല്ല, എനിക്ക് കനകനെ അത്യാവശ്യമായിട്ട് കാണുന്നുണ്ട്. കനകനെ എന്താ കാര്യം? നമ്മുടെ ക്ലീറ്റസിൽ ലോട്ടറി അടിച്ചു, സെക്കൻഡ് പ്രൈസ്. അത് ശരി, 5 ലക്ഷം രൂപയാണ് സമ്മാനം. കനക 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ ലോട്ടറി അടിച്ചു. 5 ലക്ഷം രൂപ ലോട്ടറിയോ? ലോട്ടറി അടിച്ചു, സെക്കൻഡ് പ്രൈസ് 5 ലക്ഷം രൂപ. ചുമ്മാ സത്യം തന്നെ? നമ്മുടെ ക്ലീറ്റസിനെ അന്വേഷിച്ചിട്ട് കാണാനും ഇല്ല, വിളിച്ചിട്ട് കിട്ടാനും ഇല്ല. 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ. എന്തൊരു ഭാഗ്യമാണ് ഇവന്റെ. ക്ലീറ്റസിനെ കാണാനേ എത്രയും ലോട്ടറി എന്നെ കൊണ്ട് നേപ്പിക്കാൻ പറയണം. ഓ പിന്നെന്താ, പൈസ വാങ്ങിച്ചു കൊടുക്കള്ളേണ്. മേടിച്ചോളൂ. നമുക്ക് വേണ്ട ഒരു 10 പൈസ ചേട്ടൻ ഒരു നമ്പർ അടിക്കണ്ട. വേണ്ടത് ഇതൊക്കെ ക്ലീറ്റസിനെ പോലെയുള്ളവർക്കേ കിട്ടുള്ളൂ. നമ്മൾ ഒരു ഇടപാടും ഇല്ല സർക്കാരായിട്ട്. ക്ലീറ്റസിന് 5 ലക്ഷം രൂപ അവൻ അടിച്ചെന്നാ? പറഞ്ഞ കേട്ടില്ലേ? 5 ലക്ഷം രൂപ അടിച്ചു. എന്നാ ശരി കമ്മീഷൻ കിട്ടുമല്ലേ ബാബു ചേട്ടാ? നമ്മുടെ ജീവിതമാർഗം. പിന്നെ മറന്നുപോയില്ല, ആ ടിക്കറ്റ് എത്രയും എന്നെ ഏൽപ്പിക്കാൻ പറയണം. ഓ എത്തിക്കാന്നേ. ശരി. എന്റെ ഫാസിലെ ഞാൻ ജയിച്ചോടും. എന്തിനാ അവന് പൈസ കിട്ടിയതിന് നീ ജയിക്കണ എങ്ങനെയാണ്? അല്ല, ഇനി എന്റെ മുകളിലുള്ള ഈ ചോദ്യം നിൽക്കല്ലോ. അവനൊക്കെ 5 കോടി കിട്ടിയാൽ നന്നാവൂല, പിന്നെയാണ് 5 ലക്ഷം. ഒന്നുമില്ലടാ, ഈ പൈസ കൊണ്ട് എന്തെങ്കിലും ഒരു നല്ല ബിസിനസ് ഏർപ്പാടായി കൊടുക്കണം. അവനാ നടന്നത് തന്നെ. അല്ല, ചെയ്യോ നോക്കാലോ. വെല്ലോ മേടിച്ച് തിന്നാൻ പറ അവനോട്. ഇനി കച്ചവടം നടത്തിയിട്ട് വേണം പിന്നെ കടം ഉണ്ടാക്കിയിട്ട് നീ തന്നെ വീട്ടാൻ. വിളിച്ചോളൂ. വിളിക്ക്. എവിടെയാണോ എന്തോ. അപ്പടി അവനാ കുറ്റവും പറയും. അവനെന്ത് നന്നായി ഇടപെടെ. അവനാ പൈസ മേടിച്ചോണ്ട് പോയിട്ടുണ്ടാവും. അതിനൊരു ആവശ്യത്തിന് വിളിച്ചാൽ കിട്ടില്ലല്ലോ. അതെ, നീ വണ്ടി നിർത്തേ. എന്തിനാണ് അതിനിപ്പൊ തന്നെ പോയി പറയണത്? അല്ല, നമുക്ക് വീട് വരെ പോടെ. വീട്ടിലാവുമ്പോ പോയി പറഞ്ഞോളൂ, നിനക്ക് വേറെ പണിയൊന്നുമില്ല. തങ്കത്തിനോടൊന്ന് പറയാൻ അവൾക്കൊരു സന്തോഷമാവുമല്ലോ. തങ്കത്തിനോടല്ലേ അവൻ വന്ന് പറയണത്, നീ പോയി പറയണ എന്തിനാണ്? പൊട്ടത്തൊക്കെ ഒരു സന്തോഷം. നീ വണ്ടി സന്തോഷമൊക്കെ ശരിയാണ്, പെട്രോൾ അടിച്ചാനോട്ടാ. അല്ലെങ്കിൽ പിന്നെ നിന്റെ വണ്ടിയിൽ നീ പെട്രോൾ അടിക്കല്. എനിക്ക് സർക്കാർ പൈസ തന്നെ നിന്നെ ചോന്നുകൊണ്ട് നടക്കണേനാന്ന് തോന്നുന്നു. വേമ്പാ, അതെ, ഞാൻ ആ സ്ക്രൂ ഡ്രൈവർ ലോട്ടറി അടിച്ചതും അമ്മാവന് വയറിളകിയതും കാണി പോരാട്ടാ. തങ്കം, തങ്കം, അളിയാ, അളിയാ, തങ്കം, തങ്കം, കേട്ടോ എവിടെ പോയി? വാ വന്നേ. നീ എന്താ കാണിച്ചോണ്ടിരിക്കണേ? ഞാൻ ആ സ്റ്റോർ റൂം ഒന്ന് മെനയൊക്കെ എന്റെ പൊന്നോ, അപ്പടി ചപ്പും ചവറും. കാര്യം പറയട്ടെ. പണിയുണ്ടടാ, തീർന്നിട്ടില്ല. എന്താ അറിഞ്ഞിട്ടില്ലല്ലേ? കളിക്കല്ലേ രണ്ടും കൂടി? എന്താന്ന് വെച്ചാ പറ ഫാസിലെ. അറിഞ്ഞില്ല? ഇല്ല. ഈറ്റോ വിളിച്ചില്ലേ? ഒരു കാര്യമുണ്ട്. പ്രമോഷനായോ? പ്രമോഷൻ ഒന്നല്ല. എന്ത് പ്രമോഷൻ? അല്ല, വേറൊരു സംഭവം ഉണ്ട്. ഇപ്പൊ ക്ലീറ്റസ് ഒന്നും പറഞ്ഞില്ലേ? അവനെന്തൊരു പോങ്ങനാണ്. അവനെന്താ വിളിച്ചു പറഞ്ഞൂടെ? എന്നാല് എന്താ ടെൻഷൻ അടിപ്പിക്കല്ലേ? അവൻ അറിഞ്ഞു കാണൂലേ? അവനൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ആരാ മോൻ? ക്ലീറ്റസിന് ലോട്ടറി അടിച്ചു. കേരള ലോട്ടറിയുടെ 5 ലക്ഷം രൂപ 2ാം സമ്മാനം ക്ലീറ്റസിനാണ് അടിച്ചത്. അന്ന് നമ്മുടെ ലോട്ടറി വെക്കണ ബാബു ചേട്ടനില്ലേ, പുള്ളി പറഞ്ഞാണ് അയാളുടെ അടുത്ത് എടുത്ത ടിക്കറ്റിനാണ് ഇവൻ അടിച്ചേക്കണത് 5 ലക്ഷം രൂപ. എന്താടി കുന്ത പിടിക്കണേ? സന്തോഷായില്ലേ? ഈ മാതിരി കാര്യങ്ങളൊക്കെ ആണോ വന്ന് പറഞ്ഞ് പറ്റിക്കണത്? ചുമ്മാതിരി. ഇല്ല തങ്ക, ഉറപ്പാണ് 5 ലക്ഷം രൂപ അടിച്ചിട്ടുണ്ട്. ഇനി ഒരു കാര്യം, ആ പൈസ വാങ്ങിച്ചിട്ട് വെറുതെ അനാമത്തായിട്ട് വെറുതെ ചെലവാക്കി കളയരുത്. എങ്ങനെയാലും അതിന് കമ്മീഷൻ പോയി കഴിഞ്ഞാൽ എത്ര രൂപ? 30% കമ്മീഷൻ. അപ്പൊ ഒരു 1.5 രൂപ പോകും, 3.5 രൂപ ഈ കിട്ടും. എന്നാലും 3.5 കിട്ടൂലേ? വെറുതെ ഇടണാണല്ലോ. 3 ലക്ഷം രൂപ കിട്ടും. അതെ, ഞാൻ അത്രയും പൈസ ഒരുമിച്ച് കണ്ടിട്ടില്ല. അതൊക്കെ യോഗം വന്നാ കാണും. അതെ, ഇനി അവൻ വരുമ്പോ വെറുതെ ഉള്ള പൈസ മുഴുവൻ അവന്റെ കയ്യിൽ കൊടുക്കരുത്. വെറുതെ വഴക്കും മക്കാടത്തിന് നിൽക്കരുത്. ആ കടം കൊടുക്കാനൊക്കെ ഉള്ള പൈസ ഇല്ലേ, അതൊക്കെ എങ്ങനെയെങ്കിലും കൊടുത്തു തീർക്കും. അതുപോലെ ആ ബാങ്കിലൊക്കെ ഉള്ള പൈസ കൃത്യമായിട്ട് കൊണ്ടുപോയി അടക്കി. എന്നിട്ട് എന്നാലും മിച്ചം കിട്ടും കുറച്ച് പൈസ. അത് ആ കൊച്ചിൻ്റെ പേരിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും.
ഫിക്സഡ് ആയിട്ട്. വണ്ടി മേടിച്ചു തരാട്ടാ. അയ്യോ എനിക്ക് വണ്ടിയൊന്നും വേണ്ട. അവൻ ഉപദ്രവിക്കാതിരുന്നേച്ചാ മതി. നിങ്ങൾ നന്നായിട്ട് ഒന്നും വേണ്ട. അപ്പൊ നീ ഇത് ചെയ്യണം. എനിക്കത് മാത്രമേ നിന്നോട് പറയാനുള്ളൂ. ഇനി പക്ഷെ അവൻ എന്ത് വിളിച്ച് പറയാതിരുന്നത്? അവൻ തങ്കത്തിന് സർപ്രൈസ് ആയിക്കോട്ടെ പൈസ ആയിട്ട് വരാൻ നമ്മുടെ ക്ലീറ്റോയ്ക്ക് തന്നെയാണോ? നമ്മുടെ ക്ലീറ്റൊക്കെ അല്ലാണ്ട് പിന്നെ ബാബു എന്ന് പറയണോ? ബാബുവിനറിയാം ഇന്ന നമ്പർ ഇന്ന ആരാ കൊണ്ടുപോയൊക്കെയാണ്. എന്നോട് ഒന്നും പറഞ്ഞില്ല ക്ലീറ്റോ. ലോട്ടറി എടുത്ത വിവരവും കൂടി പറഞ്ഞില്ല. അത് പറയൂലല്ലോ. അമ്മേനോട് ജമന്തിനോടൊക്കെ പറഞ്ഞോ? അവര് പുറത്തു പോയിരിക്കല്ലേ. ഒന്ന് വിളിക്കടാ, ജമന്തിനെ വിളിക്കടാ. ഞാൻ ആദ്യം ക്ലീറ്റസിനെ വിളിച്ചോട്ടെ. എനിക്ക് തോന്നണേ ഇവൻ പൈസയും മേടിച്ചിട്ട് ഇനി പാലക്ക് വിട്ടിട്ടുണ്ടാവും ഇവളോട് പറയാതെ. മിണ്ടൂല്ലേ ചെയ്യൂലെന്നാ. അളിയാ നീ എവിടെയാ? എവിടെയാണ്? ഓക്കെ 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 ശരി ശരി. അറിഞ്ഞിട്ടില്ലേ അവൻ? പിന്നെ ലോട്ടറി അടിച്ച കാര്യമൊക്കെ അറിഞ്ഞിരിക്കുന്നു. ഇപ്പോഴേ തള്ളു തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ. അതെ നീ കയ്യോടെ ആ സുരേന്ദ്ര മുതലാളിനെ വിളിച്ച് പറഞ്ഞു തരി. ആ കാശകൾ മേടിച്ചെടുത്തോട്ടെ. ശരിയാ. അയാൾ വഴി നടത്താനല്ലേ എവിടെ വെച്ച് കണ്ടാലും ചോദിക്കും. ഇല്ല അയാൾ പറഞ്ഞു തരി. വന്ന അയാൾ കയ്യോടെ മേടിച്ചിട്ട് പോയിക്കോളൂ. എന്തായാലും അവനെ പോട്ടെ. മുതലാളി ഞാനാ കനകനാ, മറ്റേ ക്ലീറ്റസിന്റെ അളിയൻ. ഓ, ക്ലീറ്റസിന്റെ അളിയൻ കനകൻ. അതെ, ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വിളിച്ചതാ. എന്താ കനക പറയൂ. അളിയന് ലോട്ടറി അടിച്ചിട്ടുണ്ട്. 5 ലക്ഷം രൂപ. അതുകൊണ്ട് മുതലാളിക്ക് തരാനുള്ള പൈസ ഉണ്ടല്ലോ അത് കയ്യോടെ വാങ്ങിച്ചോ. ആ ആ ഓക്കെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശരി മലയാളി. ശരി 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 ഓക്കെ. ഓ അങ്ങനെയാണത് നിർത്തൂല്ല. എല്ലാരും ഉണ്ടല്ലോ. ഇരിക്കാനൊന്നും സമയമില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തൊരു ശല്യാണെന്ന ബാങ്കുകാര്. ലോൺ അടക്കാനായിട്ടായിരിക്കുള്ളൂ. ഒന്നുമല്ല, 2 ബാങ്കിലെ മാനേജർമാരും കൂടെ എന്നെ പിടിയും വലിയും. ക്ലീറ്റോ ലോട്ടറി ഞങ്ങൾക്ക് തരണം, ക്ലീറ്റോ ലോട്ടറി ഞങ്ങൾക്ക് തരണമെന്ന്. ഞാൻ പറഞ്ഞു എന്നെ ആര് നല്ലപോലെ കാണുമോ അവർക്ക് ഞാൻ ടിക്കറ്റ് കൊടുക്കാതെ പറഞ്ഞു. ക്ലീറ്റോനോട് ഞാൻ കൂട്ടില്ല. എന്തേ? ക്ലീറ്റോ എന്നോട് വിളിച്ച് പറഞ്ഞില്ലല്ലോ. അയ്യോ എടി, ഞാൻ നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയിരുന്നല്ലേ. അതിനുമ്പോ അമ്മമാരും ഒന്നുകൂടെ പൊളിച്ച്. അതെ, അതിന് മാത്രം പൈസ ഒന്നുമില്ല. ബാങ്കുകാര് തല്ലിവിടാൻ മാത്രമുള്ള പൈസ ഒന്നുമില്ല. ആകെ 5 ലക്ഷം രൂപയല്ലേ ഉള്ളൂ. അല്ല, 5 ലക്ഷം രൂപയ്ക്ക് എന്താ ഒരു മതിപ്പില്ലേ? അല്ല നിങ്ങൾ പറയണട്ടോ, നീ അതോ കോടീശ്വരൻ. 3.5 ലക്ഷം കിട്ടും. 3.5 എന്ന് പറഞ്ഞാൽ 3.5 അല്ല 3.25 വരെയൊക്കെ കിട്ടും. 30%. എന്നാലും പോട്ടെ, എന്നാലും ഒരു തുക ഉണ്ടല്ലോ കയ്യിൽ. പിന്നെ നമുക്കത് മതി. അതിന് വേറൊരു കാര്യം. എന്തേ? ഈ പൈസ കയ്യിൽ കിട്ടുമ്പോ അത് വെറുതെ അങ്ങ് പുല്ല് തൂത്ത പോലെ കളയരുത് ദയവ് ചെയ്തിട്ട് നീ കേട്ടാ. ആ ബാങ്കിലെ പൈസ ആദ്യം കൊണ്ടുപോയിട്ട് അടക്കണം, ലോണിന്റെ. പിന്നെ എത്ര കടക്കാരുണ്ടോ അത്രയും കടക്കാരുടെ പൈസ കൊടുത്ത് തീർക്കണം. എന്നിട്ട് ആദ്യം നിന്റെ തടി അങ്ങ് ശുദ്ധാക്കും. പിന്നെ എങ്ങനെ പോയാലും അതിലൊരു 19,000 രൂപ ബാക്കിയുണ്ടാവും. അതിനുള്ള കട നിനക്കുള്ളൂ. ഒരു 50,000 രൂപയും കണ്ട് ബാക്കിയുണ്ടാവും. അത് ആ കൊച്ചിന്റെ പേരിൽ ഒരു ഫിക്സഡ് ആയിട്ട് ബാങ്ക് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ സുരേന്ദ്ര മുതലാളിനോട് വിവരം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ല, ആ കട നമുക്ക് ആദ്യം അങ്ങ് വീട്ടാം. നിനക്ക് ഭ്രാന്തുണ്ടാ? എന്തിനാ വിളിച്ച് പറയാൻ പോയെ? അല്ലേ, ഇതെന്താണിത്? ഒരുത്തന്റെ കയ്യിൽ ഇച്ചിരി പൈസ വന്നപ്പോ പിന്നെ അതിന് കണക്ക് പറയാൻ ആൾക്കാരെ അത് എങ്ങനെ ചെലവാക്കണമെന്ന് എനിക്കറിയാം. എനിക്ക് കിട്ടിയ കാശ് എന്ത് ചെയ്യണമെന്നുള്ളത് അതിനാരും കണക്ക് പറയണ്ട. എനിക്ക് കുറെ കണക്കൂട്ടലുകളൊക്കെ ഉണ്ട്. അല്ല, നീ ഒളിച്ചു നടക്കുന്ന പോലെ എനിക്ക് ഒളിച്ചു നടക്കേണ്ട കാര്യമില്ലല്ലോ. നിന്നോട് ആരെങ്കിലും ഒളിച്ചു നടക്കാൻ പറഞ്ഞു? ആ സുരേന്ദ്ര മുതലാളിയെതിരെ വരുമ്പോൾ നമ്മൾ മാറിപ്പോണ്ട സ്ഥിതിയാണ്. ഈ സുരേന്ദ്ര മുതലാളി എടുത്ത് പറയാം, നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞുതരാം. ക്ലീറ്റോ നിന്റെ പൈസ വായ്പ ചോദിച്ചല്ല, നീ ഉണ്ടാക്കിയ കടം കൊടുത്ത് തീർക്കാനല്ലേ പറഞ്ഞു. എടാ, ഇത് എന്റെ പൈസ. എനിക്ക് കർത്താവ് വരദാനമായിട്ട് തന്ന പൈസ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. എനിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, എനിക്ക് ഒരുപാട് കണക്കൂട്ടലുണ്ട്. ആ പൈസയില് തല്ലു പിടിക്കണല്ല. നീ ഇതിന്റെ ജോലിയൊക്കെ തങ്കം. അല്ല, നിനക്ക് ആ പൈസ അയാൾക്ക് കൊടുത്താൽ എന്താ കുഴപ്പം? അല്ല, ഞാൻ കൊടുക്കണോ വേണ്ടത് ഞാൻ തീരുമാനിക്കാം. എനിക്ക് സൗകര്യമുള്ളപ്പോ ഞാൻ കൊടുക്കും, ചിലപ്പോ കൊടുത്തില്ല എന്നും വരും. അങ്ങനെ പറയില്ല, അയാളുടെ പൈസ
പൈസ കൊടുത്തു. നീ ചുമ്മാ തങ്കം, ഇവന്റെയൊക്കെ വായും കേട്ടോളൂ അതും ഇതും കേൾക്കാതിരുന്നോണം. എന്റെ സ്വഭാവം കണ്ട ഇവളെന്തായിരുന്നു ജമന്തിക്ക് മാല, നിനക്ക് വണ്ടി, പിന്നെ ഈ ജാതി കോപ്പിൽ അളിയൻ. എനിക്ക് ഒരുപാട് കണക്കൂട്ടലുകളുണ്ട്. അതൊക്കെ എനിക്ക് ചെയ്തു തീർക്കാണ്ട്. നിങ്ങളാരും ഇപ്പൊ ആ പൈസ കണ്ടുകൊണ്ട് ആരും ഇവിടെ വ്യാമോഹിക്കണ്ട കേട്ടോ. ഞങ്ങൾക്ക് ആർക്കും 10 പൈസ വേണ്ട നിന്റെ അത്. അല്ലെങ്കിൽ ഞാൻ തരാൻ പോണു നിനക്ക്. ഉടുപ്പ് മാറ്റിയിട്ട് വന്നേ. ഉടുപ്പ് മാറ്റാനാ? എനിക്ക് വേറെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അവനങ്ങനെയല്ലേ അറിയൂ. തങ്കം, എന്റെ ഇന്നലെ ഷർട്ട് എവിടെ? ഇന്നലെ ഇട്ട ഷർട്ട് അലമാരിൽ വേറെ ഷർട്ട് ഇരിക്കണം, അതെടുത്തിട്ടോ. ഞാൻ ഇന്നലെ രാവിലെ പുറത്തോട്ട് ഇട്ടോണ്ട് ഷർട്ട് എവിടെയെന്നാ ചോദിച്ചാ. അതെവിടെയെങ്കിലും കിടപ്പുണ്ടാവും ക്ലീറ്റോ. ഇപ്പൊ ആ ഷർട്ട് ഇത്ര അത്യാവശ്യമായിട്ട് ഷർട്ട് കാര്യം ഉണ്ടടി. എന്താ നിനക്ക് പ്രാന്ത് പിടിച്ചോ? ഭ്രാന്താണ് എനിക്ക് ഭ്രാന്ത്. എന്താ ഷർട്ടിനകത്ത് വില? എടി ടിക്കറ്റ് ലോട്ടറി ടിക്കറ്റ് ഷർട്ടിനകത്തായിട്ടിരുന്ന ഷർട്ട് എവിടെ? എവിടെയത്? എന്താ നിനക്ക് പ്രാന്ത് പിടിച്ചോ? ഭ്രാന്താണ് എനിക്ക് ഭ്രാന്ത്. എന്താ ഷർട്ടിനകത്ത് വില? എടി ടിക്കറ്റ് ലോട്ടറി ടിക്കറ്റ് ഷർട്ടിനകത്തായിട്ടിരുന്ന ഷർട്ട് എവിടെ? എവിടെയത്? തങ്കം, എടുക്ക് തങ്കോട്. ഒരു രീതിയിൽ എന്നെ ജീവിക്കാൻ ഇവിടെ ആരും സമ്മതിക്കില്ല. എന്താണ് ഇതെന്താ ലോട്ടറി ടിക്കറ്റാ? അയ്യോ ഇത് കുതിർന്നു പോയല്ല. കൊള്ളാം, 40 കഷ്ണമായി, 40 ബാങ്ക് കൊടുക്കാം. അയ്യോ